الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إليه يرد علم الساعة ما تخرج من ثمرات من أكمامها ما تحمل من أنثى ولا تضع إلا بعلمه ويوم يناديهم أين شركائي قالوا آذناك ما منا من شهيد وضل عنهم ما كانوا يدعون من قبل وظنوا ما لهم من محيص. لا يسأم الإنسان من دعاء الخير وإن مسه الشر فيئوس قنوط. ولئن أذقناه رحمة منا من بعد ضراء مسته ليقولن هذا لي ولا أظن الساعة قائمة ولئن رددت إلى ربي إن لي عنده للحسنى ولنبيئن الذين آمنوا ولننبئن الذين كفروا بما عملوا ونذيقهم من عذاب غليظ. وإذا أنعمنا على الإنسان أعرض ونأى بجانبه وإذا مسه الشر فذو دعاء عريض. قل أرأيتم إن كان من عند الله ثم كفرتم به من أضل ممن هو في شقاق بعيد. سنريهم آياتنا في الآفاق وفي أنفسهم حتى يتبين لهم أنه الحق ولم يهدي بربك أنه على كل شيء شهيد. ألا إنهم في مرية من لقاء ربهم ألا إنه بكل شيء محيط. صدق الله العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്ത് ഫുസ്സിലത്തിലെ അവസാനത്തെ ആയത്താണ് ഇന്ന് നമ്മൾ ഓതിയത്. 47 മുതൽ 54 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ വായിക്കുന്നത്. ഈ ഭാഗം വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭാഗത്ത് മനുഷ്യന് നിഷേധിക്കാൻ കഴിയാത്ത കാര്യമായ പല കാര്യങ്ങളും വർത്തമാനങ്ങളും പറഞ്ഞിരിക്കുകയാണ്. കൂടുതൽ മനുഷ്യൻ പഠിച്ചും ആലോചിച്ചും ചിന്തിച്ചും അല്ലാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ സന്നദ്ധനായി മുന്നോട്ട് വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭാഗങ്ങൾ നന്നായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ സമർപ്പിക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ചോദിക്കുന്നു, ഇലൈഹി യുറദ്ദു ഇൽമു സ്സാഅ. ഇലൈഹി അല്ലാഹുവിലേക്കാണ് യുറദ്ദു മടക്കപ്പെടുന്നത്. ഇൽമു സ്സാഅ അന്തിമമായ അവസരം, അന്തിമ സമയം. മനുഷ്യർ സാധാരണഗതിയിൽ ചിന്തിച്ചാൽ കിട്ടാത്തതാണ് മനുഷ്യന് അന്ത്യസമയം എപ്പോഴാണെന്ന്. ഏത് സമയവും അന്ത്യസമയം അടുക്കാം, നമുക്ക് ആർക്കും അത് അറിഞ്ഞുവിടാം. ആ അറിയാത്ത സമയം നമ്മൾ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്.
ചില ആളുകൾ സംസാരിച്ചു ഇരിക്കെ തന്നെ അവർ മരിക്കും. മരിക്കുന്നത് കാണാം. ചില ആളുകൾ ഉറങ്ങാൻ കിടന്ന് കുറച്ച് കഴിയുമ്പോൾ അവർ മരിച്ചിട്ടുണ്ടാവും. അങ്ങനെ ചെറുതും വലുതുമായ ഒരേ അവസ്ഥയിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾ മരിപ്പിക്കും. ഇൽമു സാഹത്തിൽ സമയം, അന്ത്യസമയത്തിൻ്റെ അറിവ്, അന്ത്യസമയത്തെക്കുറിച്ചുള്ള അറിവ് അത് അള്ളാഹുവിനുള്ളതാകുന്നു. അന്ത്യസമയത്തെക്കുറിച്ചുള്ള അറിവ് അള്ളാഹുവിനുള്ളതാകുന്നു. ആർക്കും അത് നിശ്ചയിക്കാൻ കഴിയില്ല. എത്ര വയസ്സ് വരെയാണ് ജീവിക്കുക? 60 വയസ്സോ 70 വയസ്സോ 80 വയസ്സോ 90 വയസ്സോ 100 വയസ്സോ, അങ്ങനെ 100 വയസ്സിൽ കൂടുതൽ ഒക്കെ ജീവിക്കുന്ന ആളുകളുണ്ട്. എപ്പോഴാണ് എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ സാഹിത്യത്തെ സംബന്ധിച്ച പൂർണ്ണമായ അറിവ് അള്ളാഹുവിന് മാത്രമുള്ളതാകുന്നു. രണ്ടാമതൊരു കാര്യം, ഒമാ തഖ്റുജു മിൻ സമറാത്തിൻ മിൻ അക്മാമിഹാ, ഒമാ തഖ്റുജു മനുഷ്യൻ പുറപ്പെടുന്നില്ല മിൻ സമറാത്തിൻ അവരുടെ പഴങ്ങളിൽ നിന്ന്, മിൻ അക്മാമിഹ അതിൻ്റെ കൊതുമ്പുകളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ, ഇവിടെ കൊതുമ്പുകൾ എന്ന് പറഞ്ഞാൽ സാധാരണ ഗതിയിൽ നമ്മൾ കൂമ്പുകളും കൊതുമ്പുകളും നമുക്കറിയാം. തെങ്ങിൻ്റെ കൊല അതാണ് കൊതുമ്പ് എന്ന് ഉദ്ദേശിച്ചത്. തൊമ്പിൻ്റെ കൊല അങ്ങനെ കൂമ്പിച്ച് വരും. എന്താണ് അതിനുള്ളിൽ നോക്കിയാൽ അറിയാം. നല്ല സുന്ദരമായ ഭംഗിയുള്ള ഒരു കൊമ്പായിരിക്കുന്നത്. അതിൻ്റെ പോള എന്ന് പറയുന്നുണ്ട്. കൊമ്പ് എന്നും പറയും. അങ്ങനെ കൊമ്പും പോളയും ഒക്കെയായി നമ്മൾ വിളിക്കപ്പെടുന്ന അത് എന്താണ് അതിൻ്റെ അവസ്ഥ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ചിലയിടത്ത് അതിന് കനികൾ എന്ന് പറയും, ചിലകൾ കൊതുമ്പ് എന്ന് പറയും, കൂമ്പ് എന്ന് പറയും. അങ്ങനെ പല പേരിൽ അറിയപ്പെടും. പിന്നെ അക്മാമിഹ അതിൻ്റെ കൊതുമ്പുകളും ഒക്കെ മറ്റും അത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. തഖ്റുജു മിൻ സമറാത്തിൻ പല വർഗ്ഗങ്ങളിൽ നിന്നും അതിന് ഉയരാൻ കഴിയില്ല. അക്മാമിഹ അതിൻ്റെ കൊതുമ്പുകളിൽ നിന്നാണ് അത് വരിക. അപ്പോൾ കൊതുമ്പുകൾ വന്നാൽ ചിലതിൽ നാളികേരങ്ങളുണ്ടാകും, അല്ലെങ്കിൽ കൊതുമ്പ് ഉറപ്പിട്ട് വന്നാൽ പലതരം സാധനങ്ങൾ ഉണ്ടാകും. എന്താണ് അതിൽ നല്ലത് ഏതാണ്, ചീത്ത ഏതാണ്, ആണ് ഏതാണ്, പെണ്ണ് ഏതാണ്, അത് എത്ര ഉണ്ടാകും, അതൊന്നും അറിഞ്ഞൂടാ. അങ്ങനെ നിൽക്കും. അവസാനം വന്നിട്ട് കുരച്ചു വന്നാൽ അത് കുരച്ചിലായിട്ടാണ് വരിക. വലിയ അത്ഭുതമാണ് മനുഷ്യൻ്റെ അവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെപ്പറ്റി ചിന്തിക്കാൻ പറയുകയാണ്. അപ്പം അങ്ങനെ കാണാം. മാ തഖ്റുജു മിൻ സമറാത്തിൻ അതിൻ്റെ പഴങ്ങളിൽ നിന്ന് കരികളിൽ നിന്ന്, മിൻ അക്മാമിഹ അതിൻ്റെ കൊതുമ്പുകളിൽ നിന്നും പുറത്തു വരുന്നു. മാ തഹ്മിലു മിൻ ഉൻസ ഒരു സ്ത്രീയും അവൾ പ്രസവിക്കുന്നില്ല, ഗർഭിണിയാകുന്നില്ല. ഒരു സ്ത്രീയും ഗർഭിണിയാകുന്നില്ല. ഒരു സ്ത്രീ 9 മാസം ദിവസമൊക്കെ ഗർഭിണിയായിട്ട് നടക്കും. അത് നമ്മൾ പറയുമ്പോൾ തഹ്മിലുന്ന പറഞ്ഞാൽ ഗർഭം ചുമക്കുക എന്നാ പറയാം. അപ്പോൾ മാ തഹ്മിലു മിൻ ഉൻസ എത്ര സ്ത്രീകളാണ് ഗർഭം ചുമന്ന് നടക്കുന്നത്? എന്താണ് അവളുടെ വയറ്റിട്ടുള്ളത്, ആരാണെന്ന് അറിഞ്ഞൂടാ. എന്തുമാത്രം കഴിവാണുള്ളത്, യോഗ്യതയാണുള്ളത്, ബുദ്ധിമാനാണോ ബുദ്ധിയില്ലാത്തതാണോ, അങ്ങനെ എന്തെങ്ങനെ കഴിവുണ്ടോ അതൊന്നും അറിഞ്ഞൂടാ. മാ തഹ്മിലു മിൻ ഉൻസ ഗർഭിണികളാണ് അവനെ പിടിച്ചു നോക്കുക. മാ തദഉ ഇല്ലാ ബിഇൽമിഹി വലാ തദഉ അവൾ പ്രസവിക്കുന്നില്ല ഇല്ലാ ബിഇൽമിഹി അവൻ്റെ അറിവോടുകൂടിയല്ലാതെ. അങ്ങനെ ഒരു ദിവസം അവൾ പ്രസവിക്കും. 10 മാസം അതിൻ്റെ അവധി എത്തിക്കഴിഞ്ഞാൽ അവൾ പ്രസവിക്കും. ലാ തദഉ ഇല്ലാ ബിഇൽമിഹി അവൻ്റെ ഇൽമോടുകൂടിയല്ലാതെ അവൾ പ്രസവിക്കുന്നില്ല. പ്രസവിച്ചാൽ ആരാണെന്നോ എന്താണെന്നോ അവൻ്റെ അവസ്ഥകൾ എന്താണെന്നോ എന്നുള്ളതും കാണാൻ കഴിയുന്നില്ല, നമുക്കറിയില്ല. ആ അവസ്ഥയിലാണ് മനുഷ്യൻ്റെ അവസ്ഥ. ഇപ്പോൾ യോമ വിനാദീഹിം അതിനെ സുറക്കായി, ഇപ്പോൾ യോമ വിനാദീഹിം അവരെ വിളിക്കും, അതിനെ സുറക്കായി എന്നാണ് എൻ്റെ പങ്കാളികൾ എവിടെ എന്ന് അല്ലാഹു തആല ചോദിക്കും.
എന്ന് പറഞ്ഞാൽ അവർ വളർന്ന് ആകുമ്പോൾ ആരും അപ്പോൾ അവർ പറയും മാതന്നാക്ക അതെല്ലാം നിന്നെ ഞങ്ങൾ കാഴ്ചവെച്ചിരുന്നു മാമിന്ന ഒരു സാധുവുമില്ല, ഒരു സാധനവുമില്ല, മാമിന്ന അമിൻ ഷഹീദ് ഒരു സാക്ഷിയുമില്ല. അങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ. അപ്പം ഇത് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ അത് നമുക്കറിയാൻ കഴിയില്ല. നമ്മുടെ അവസ്ഥ അങ്ങനെയാണുള്ളത്. ഒരുപാട് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയാത്ത വിധമാണ്. മുതല്ല അൻഹും മാക്കാനും യദോന മുതല്ല വഴിതെറ്റിപ്പോയിരിക്കുന്നു, വഴി മാറിപ്പോയിരിക്കുന്നു. മാക്കാനും യദൂന മിങ്കബലു അവൻ്റെ മുമ്പ് യദൂന പ്രാർത്ഥിക്കുന്നു, മിങ്കബലു അതിന് മുമ്പ് മുതന്നു അവർ കരുതിയിരിക്കുന്നു, മാലഹും അവർക്കില്ല മഹീസ് യാതൊന്നിൻ്റെയും ഒരു രക്ഷയും അവർക്കില്ല. ആ അവസ്ഥയിലാണ് ഉണ്ടാകുക. അങ്ങനെ മനുഷ്യൻ അവിടെ അന്നഹും മാലഹും മഹീസ് യാതൊരു രക്ഷാമാർഗമില്ലാത്ത വിധം മനുഷ്യൻ അവസാനം അതിൽ നിന്ന് രക്ഷപ്പെടുന്നു. അപ്പോൾ മനുഷ്യൻ്റെ അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. ഒരായസ്തമുള്ള ഇൻസാനും മനുഷ്യൻ ആകുന്നില്ല മിൻ ദുആഇൽ ഖൈരി സൗഭാഗ്യങ്ങൾ നിന്ന് ഉണ്ടാകുന്നില്ല. വൈദാ മസ്സഹു ശർറു ദൗർഭാഗ്യം അവന് സ്പർശിച്ചാൽ ഫയഊസു അപ്പോൾ അത് നിരാശരായിത്തീരും, കനൂത്ത് നിസ്സഹായരുമായിത്തീരും. ഊസ് എന്നും കനൂത്ത് എന്നും സാധാരണ പര്യാപദങ്ങളായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. ഇവിടെയും അങ്ങനെ തന്നെയാണ് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. ഫയഊസും കനൂത്ത് അവൻ നിരാശനും അതുപോലെ നിസ്സഹായനുമായിരിക്കും. ഈ അവസ്ഥയിലാണ് അവൻ ഉണ്ടാകുക. ഒരൈൻ അതൊക്കനാഹു അവന് നമ്മൾ രുചിപ്പിച്ചിരിക്കുന്നു, റഹ്മത്തൻ കാരുണ്യം രുചിപ്പിച്ചിരിക്കുന്നു. മിന്നാമിൽ നിന്ന് മിമ്പാൽ പ്രയാസങ്ങൾ വെച്ച് ദുരിതം പേറുന്ന അവസ്ഥയിൽ മസ്സത്ത് അവനെ ബാധിച്ചിരിക്കുന്നു. യഖൂലല്ല അവൻ പറയുന്നു, ഹാദാലി ഇത് എൻ്റെതാണ്. കായ്മത്തൻ മാതുന്നു ഞാൻ വിചാരിക്കുന്നില്ല, എഴുന്നേൽപ്പ് സമയം കായ്മത്തൻ എഴുന്നേൽപ്പ് സമയം ഉണ്ടാകുന്നില്ല. ഒരേ രുചിത്തു ഞാൻ മടക്കുന്നില്ല ഇലാ റബ്ബി എൻ്റെ നാഥനിലേക്ക്. ഇന്നലീ തീർച്ചയായും ഞാൻ ഇന്ദഹു അവൻ്റെ അടുത്ത് അൽ ഹസന ഏറെ വിശിഷ്ടമായ മനുഷ്യൻ്റെ അവസ്ഥ വിശിഷ്ടമായതാണ്. അല്ല തീർച്ചയായും അവൻ നിഷേധിച്ചവർക്കും അല്ലദീന കഫറു നിഷേധിച്ച ആളുകൾക്കും യുനാമിലു അവരെ അറിവ് കൊണ്ടാണ് അത് മനസ്സിലാക്കുന്നത്. വരതീക്കന്നഹും അവർ രുചിക്കും പിന്നെ അദാബിൻ ഖലീദ് പരുഷമായ അവസ്ഥയിലേക്ക് ശിക്ഷയിലേക്ക് അവൻ പറഞ്ഞിരിക്കുന്നു. അപ്പം ഇതെല്ലാം പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏകനാണ് അള്ളാഹു എന്ന ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുകയാണ് ഇതെല്ലാം പറയുന്നത്. ഇൻസാനി മനുഷ്യൻ നമ്മൾ ഔദാര്യം ചെയ്താൽ അവൻ അവഗണിച്ചു പോകുന്നു. ജാനിബിഹി അവൻ അകന്നു ജാനിബിഹി അതിൻ്റെ അത്ഭുതകരമായ അവസ്ഥയിലേക്ക് അവൻ താഴ്ന്നു പോകുന്നു. വൈദാമസ്സഹു ശർറു പ്രയാസങ്ങൾ അവനെ സ്പർശിച്ചാൽ അരിയവ് വിശാലമായ പ്രാർത്ഥനയാണ് അവനിൽ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു നീ പറയുക നബിയെ അറായിത്തും നിങ്ങൾക്കറിയില്ലേ എന്തല്ലാഹി അള്ളാഹുവിൻ്റെ അടുത്ത് നിങ്ങൾക്കുണ്ടായാൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൻ്റെ പല കാര്യങ്ങളും മനസ്സിലാക്കി തരാൻ പോകുന്നുണ്ട്. ഇൻകാന മിൻ ഇന്ദില്ലാഹി അള്ളാഹുവിൻ്റെ അടുത്താണ് എല്ലാം. സുമ്മ കഫർത്തും പിന്നെ നിങ്ങൾ നിഷേധിച്ചു കളഞ്ഞു. മൻ അദല്ലു മിമ്മൻ ഹുവ ഫീ ശിഖാഖിൻ ബഈദ് ബൽ ഹുവ അദല്ലു അവൻ ഏറ്റവും നിർഭാഗ്യവാനാണ്. ഫീ ശിഖാഖിൻ അവൻ്റെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഉള്ളതോടുകൂടി തന്നെ ബഈദ് വിദൂരാവസ്ഥയിൽ ഉള്ളതോടുകൂടി തന്നെ അവൻ ഇങ്ങനെയാണുള്ളത്.
സനുരീഹിം അവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കും ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ഫിൽ ആഫാഖി ചക്രവാളത്തിൽ ഒഫി അംഫുസിയും അവരിൽ തന്നെയും ഹത്തായത്ത് വയ്യനലഹും അവർക്കത് വെളിവാക്കി കൊടുക്കും അന്നഹുൽ ഹക്കു അതാണ് സത്യം എന്നത് ഒലം യക്കഫി റബ്ബിക്ക ഒലം യക്കഫി നിന്റെ നാഥൻ മതിയാക്കി റബ്ബിക്ക നിന്റെ നാഥന് മതിയായിട്ടില്ലയോ അന്നഹു അലാക്കുൽ ഷഹീദ് എല്ലാം സാക്ഷിയുള്ളതും നിലനിൽക്കുന്നതുമാണ് അലാക്കുൽ ഷഹീൻ എല്ലാ വസ്തുക്കളെക്കുറിച്ചും സാക്ഷിയുള്ളതാകുന്നു അല അറിയുക ഇന്നഹും തീർച്ചയായും അവൻ ഫീ മിറിയത്തിൻ അവൻ്റെ സന്ദേഹത്തിലാകുന്നു ലിഖാഇ റബ്ബിഹിം അവരുടെ ദൈവത്തിൻ്റെ കാഴ്ചയെപ്പറ്റി ലിഖാഇ കണ്ടുമുട്ടുന്നതിനെ പറ്റി പരലോകത്തുനാളെ മനുഷ്യൻ കണ്ടുമുട്ടുന്നതിനെ പറ്റിയിട്ട് അല അറിയുക ഇന്നഹു തീർച്ചയായും അവൻ കുല്ലി ഷൈഇൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും മുഹീത്ത് സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു 45 ആയത്താണ്. അപ്പം ഇതിന് പറഞ്ഞ കാര്യങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഏകത്വം പൂർണ്ണമായും ഭരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ ആയത്തുകൾ ഓരോന്നും പ്രത്യേകം പഠിക്കുകയും മനസ്സിലാക്കുകയും അവ ജീവിതത്തിൽ പകർത്തുകയും വേണം. നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ പോരായ്മകളാണ്. ഖുർആൻ വളരെ ഗൗരവപൂർവമാണ് ഇതെല്ലാം പറഞ്ഞു തന്നത്. അതുകൊണ്ട് പറയാനും മനസ്സിലാക്കാൻ അവസരം കിട്ടിയിട്ടില്ലെങ്കിൽ വീണ്ടും പഠിക്കുക, വായിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഓരോ ആയത്തിലും ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് അത് പഠിച്ചും മനസ്സിലാക്കും കൂടുതൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മുടെ കഴിവുകൾക്ക് കൊണ്ട് മറച്ചു വെക്കാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും പഠിക്കുവാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.